ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മെയിൻ സീൻസ് ഓഫ് എപ്പിസോഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ശോകമായിട്ടുള്ള എപ്പിസോഡ് എന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ മാനസയുടെ എല്ലാ ചതിക്കുഴികളിലും രണ്ടാമതൊന്ന് ആലോചിക്കാതെ തന്നെ നമ്മുടെ കൺമണി അടിച്ച് ചാടുന്നുണ്ട്. അങ്ങനെ കൺമണി ഇപ്പോൾ 3 എപ്പിസോഡായിട്ട് കൃഷിനെ നല്ല രീതിയിൽ തന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുമുണ്ട്. ഇന്നത്തെ എപ്പിസോഡിലെ സീനാണിത്. ഒരു സുജിയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് സാഗർ സുജി ആദ്യമൊന്നും ഇത് കാണുന്നില്ല, ഇറങ്ങി വരുമ്പോഴാണ് കാണുന്നത്. അങ്ങനെ സാഗർ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ സുജിയുടെ നോട്ടം കണ്ട ഇവിടെ എന്തോ വലിയ ബോംബും കൊണ്ട് ആരും വന്ന പോലെ ഉണ്ട്. എന്തായാലും അങ്ങനെ രണ്ടുപേരും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ സാഗർ വരുന്ന പാടെ ഭയങ്കര ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. സാഗർ ദേഷ്യത്തിൽ ഓടി വരുന്ന കണ്ടാൽ തോന്നി ഇപ്പോൾ സാഗർ ബാലുവിനെ എടുത്ത് പുറത്തേക്ക് എറിയുമെന്ന്. ആ രീതിയിലാണ് സാഗർ ഓടി വരുന്നത്. പിന്നീട് സാഗർ ദേഷ്യത്തിൽ നേഴ്സിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരെ ആരാ വീട്ടിൻ്റെ അകത്ത് കയറ്റിയെന്ന്. ആ സമയത്ത് നേഴ്സും ആൻറ്റിയമ്മ അങ്ങ് പേടിക്കുവാണ്. അങ്ങനെ നേഴ്സാണെങ്കിൽ ഈശ്വര ഇവരെ കയറ്റി ഇനി പണിയാവോ എന്ന രീതിയിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ശേഷം നേഴ്സ് പറയുന്നുണ്ട്, അത് പിന്നെ സാർ ഇവർ സാറിൻ്റെ അടുത്ത ബന്ധുക്കളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കയറ്റിയത്, ഇല്ലാന്നെങ്കിൽ ഞാൻ വീട്ടിനകത്ത് കയറ്റത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാഗറാണെങ്കിൽ ആൻറ്റിയമ്മയുടെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ചേച്ചിയമ്മയ്ക്ക് മനസ്സിലായോ ഇവരാരാന്ന്. ആ സമയത്ത് ആൻറ്റിയമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, ഇല്ല മനസ്സിലായില്ല, ഇവരാരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, 30 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അലികയെ തകർക്കാൻ വന്ന ഒരാളില്ലേ, അതാണ് ബാലഗോപാൽ. ആ ബാലഗോപാലാണ് ഈ ഇരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആൻറ്റിയമ്മ ആണെങ്കിൽ ഇങ്ങനെ മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ആണെങ്കിൽ സാഗർ പറയുന്നുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ചേച്ചിയമ്മയ്ക്ക് മനസ്സിലാവില്ലായിരിക്കും, ചേച്ചിയമ്മയ്ക്ക് അറിയോ ഇയാളുടെ മകൻ ആരാന്ന്. ആ സമയത്ത് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇല്ല എനിക്കറിയില്ല, ആരാന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, ബലരാമൻ. ആ സമയത്ത് ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മയാണെങ്കിൽ ഇങ്ങനെ ഞെട്ടി നമ്മുടെ ബാലഗോപാലിനെ സാഗറിനെ മാറി മാറി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് ആൻറ്റിയമ്മയുടെ വക പറയാനുള്ളതെല്ലാം ആൻറ്റിയമ്മ പറയുന്നുണ്ട് സുമിത്രയുടെ അടുത്തും ബാലുവിൻ്റെ അടുത്തുമായിട്ട്. അങ്ങനെ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, ഇപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോണം, ഇറങ്ങാനാണ് പറഞ്ഞത്, നിന്നെയൊക്കെ അടിച്ചിറക്കിയാ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കിടന്ന് ചാടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സാഗറാണെങ്കിൽ ബാലുവിനെ അടിക്കാനായിട്ട് ഇങ്ങനെ കൈ വാങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുജാത ഓടിച്ചെന്ന് സാഗറിൻ്റെ കൈ തടയുന്നുണ്ട്. പിന്നീട് സാഗറിൻ്റെ ദേഷ്യമൊക്കെ കണ്ടിട്ട് നമ്മുടെ സുജ പറയുന്നുണ്ട്, സാഗറിന് നല്ല ദേഷ്യമുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറയുന്നുണ്ട് സുമിത്രയുടെ അടുത്തായിട്ട്. പിന്നീട് സുമിത്ര തൻ്റെ പ്ലാൻ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീക്കുവാണ്. അങ്ങനെ സുമിത്ര പറയുന്നുണ്ട് കൈ കൂപ്പിക്കൊണ്ട്, പ്ലീസ് ഞങ്ങൾക്ക് അറിയാം നിങ്ങൾ ഞങ്ങളുടെ മകനോടുള്ള ദേഷ്യത്തിൻ്റെ പുറത്താണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞങ്ങളുടെ മകൻ നിങ്ങൾ അച്ഛനും അമ്മയും ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അതായത് അവൻ്റെ മനസ്സിൽ നിങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കാളും ഒരുപാട് അവൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മുടെ സുജിക്ക് ഇതൊക്കെ കേട്ട് വിഷമാവുന്നുണ്ട്. അങ്ങനെ സുജി പറയുന്നുണ്ട്, നിങ്ങളൊന്നും പറയണ്ട, ഞങ്ങളെ അവൻ ചതിച്ചതാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളിനി ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സുമിത്ര നൈസായിട്ട് ഫോൺ എടുത്തിട്ട് റെക്കോർഡർ ഓൺ ആക്കുന്നുണ്ട്. പക്ഷേ ഇത് സാഗർ സുജി അറിയുന്നില്ല. അടുത്തെന്തോ ഒരു പ്ലാനിങ്ങിനായിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ സുമിത്ര ഇങ്ങനെയൊക്കെ റെക്കോർഡറൊക്കെ എടുത്ത് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്ക് വരും എപ്പിസോഡുകളിൽ അറിയാൻ പറ്റും. പിന്നീട് സുമിത്ര വൻ അഭിനയമാണ്, അങ്ങനെ അഭിനയിച്ചങ്ങ് തകർക്കുവാണ് സുമിത്ര. ശേഷം കരഞ്ഞുകൊണ്ട് സുമിത്ര പറയുന്നുണ്ട്, പ്ലീസ് ഞങ്ങളുടെ മോനോട് കനിവ് തോന്നണം, അവനൊരു പാവമാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ സാഗർ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൻ ഇനി പുറം ലോകം കാണില്ല, അവന് മാക്സിമം ശിക്ഷ തന്നെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കും, അവൻ ഇനി അഴിക്കുള്ളിൽ കിടന്ന് ജീവിതം തീർക്കണം, കാരണം അവൻ ഞങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് ബാലു പറയുന്നുണ്ട്, പണ്ട് നടന്ന കാര്യങ്ങൾ കാരണം ഞങ്ങളോട് നിങ്ങൾക്ക് പകയുണ്ടെന്നറിയാം, പക്ഷെ ആ പക വെച്ച് ഞങ്ങളുടെ മകനോട് പ്രതികാരം വീട്ടരുത് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് സാഗർ പറയുന്നുണ്ട്, വേണ്ട ഇനി ഒന്നും പറയണ്ട, ഇവിടുന്ന് ഇപ്പം തന്നെ നിങ്ങൾ ഇറങ്ങണം, ഇനി അവൻ പുറം ലോകം കാണില്ല, അവന് മിനിമം ഒരു തൂക്കുകയറെങ്കിലും വാങ്ങിച്ചു കൊടുക്കും, അത്രയ്ക്ക് എനിക്ക് അവനോട് ദേഷ്യ എന്നൊക്കെ പറയുന്നുണ്ട്. തൻ്റെ മോനെക്കുറിച്ചാണ് സാഗർ പറയുന്നത്, സാഗർ അറിയുന്നില്ല. അങ്ങനെ സാഗർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു തെളിവെന്ന നിലയിൽ നമ്മുടെ സുമിത്ര റെക്കോർഡും ചെയ്യുന്നുണ്ട്. ശേഷം സുമിത്ര പറയുന്നുണ്ട്, ബാലു നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമം അഭിനയിച്ചുകൊണ്ടൊക്കെയാണ് അവിടുന്ന് പോകുന്നത്. അങ്ങനെ സാഗറിൻ്റെ വീടിൻ്റെ പുറത്തെത്തുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഒരു പുഞ്ചിരിയോടുകൂടി നമുക്ക് വേണ്ടതെല്ലാം കിട്ടി എന്ന രീതിയിൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. പിന്നീട് സുജിയാണെങ്കിൽ പറഞ്ഞതൊക്കെ ഓർത്ത്
ദുഃഖിക്കുന്നുണ്ട്. അങ്ങനെ സുജി ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയത്ത് സാഗർ സുജി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ആൻറ്റിയമ്മ പറയുന്നുണ്ട്, നിങ്ങളെയൊക്കെ ആയിരുന്നല്ലോ ബലരാമനെ തലയിലെടുത്ത് വെച്ചത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ പറയണം അതിനുള്ള കാര്യങ്ങളും. അതുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ നിന്നത്. പിന്നീട് ആൻറ്റിയമ്മ പറയുന്നുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല, അതുകൊണ്ട് തന്നെ ഇനി കൺമണിയെ നിങ്ങളെല്ലാം തലയിലെടുത്ത് വെച്ചേക്കുക. ഇനി അവളെപ്പോഴാണ് കാലു മാറുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം തന്നെ കൃഷിൻ്റെയും മാനസയുടെയും വിവാഹം നടത്തണം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിപ്പോൾ ഭൂകമ്പം ആയാൽ പോലും കൺമണിക്കിട്ടൊരു താങ്ങ് അത് നിർബന്ധം ആൻറ്റിയമ്മയ്ക്ക്. പിന്നീട് കാണിക്കുന്ന മറ്റൊരു സീനാണ്. ആ സീനിൽ നമ്മുടെ കൺമണിയുടെ വീടാണ് കാണിക്കുന്നത്. അങ്ങനെ മാനസ കൺമണിയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ കൺമണിയുടെ റൂമിലേക്ക് മാനസ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കൺമണി നല്ല ഉറക്കമായിരിക്കും. പിന്നീട് മാനസ ഇങ്ങനെ കൺമണി ഉറങ്ങിക്കിടക്കുന്ന കണ്ടിട്ട് മനസ്സ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എടി കൺമണി, നിന്നെ എനിക്ക് കഴുത്ത് വെച്ച് കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടടി. തുടർന്ന് മാനസ കൺമണിയെ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. കൺമണി മാനസയെ കണ്ടതോടുകൂടി ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ചോദിക്കുന്നുണ്ട്, അയ്യോ മാഡം എന്താ ഇവിടെയെന്ന്. കൺമണിയുടെ സംസാരവും ഭാവമൊക്കെ കണ്ടാൽ തോന്നും കൺമണിയെ ഓഫീസിൽ നമ്മുടെ മാനസ താരാട്ടുപാടി ആട്ടി ഉറക്കുമായിരുന്നു, അല്ലാതെ മാനസ കൺമണിയെ ഒന്ന് തൊട്ടു നോവിച്ചിട്ട് പോലും ഇല്ല എന്നൊരു രീതിയാണ്. എനിക്കൊന്നും നമ്മുടെ കൺമണിക്ക് അമ്നേഷ്യ എന്തോ ഉണ്ടെന്ന്. കൺമണിയുടെ ചോദ്യം കേട്ട മാനസ പറയുന്നുണ്ട്, കൺമണിക്ക് തീരെ വയ്യെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അറിയാമെങ്കിൽ ഒരിക്കലും കൺമണിയടുത്ത് ഇങ്ങനെയൊന്നും ഞാൻ പെരുമാറില്ലായിരുന്നു. പിന്നെ കൺമണിക്ക് അറിയാമല്ലോ, ഞാൻ കൺമണിയോട് ഒരുപാട് കടപ്പെട്ടവളാണ്. കാരണം കൺമണിയുടെ ഡിസൈൻ മൂലമാണല്ലോ എനിക്ക് അവാർഡ് കിട്ടിയതും എൻ്റെ കൃഷിന് എനിക്ക് കിട്ടിയതും പിന്നെ എനിക്ക് ജോലി കിട്ടിയതും ഒക്കെ. അങ്ങനെ നല്ല സമർത്ഥമായിട്ട് കൺമണിയുടെ കണ്ണിൽ പൊടിയിടുവാണ് മാനസ. ഈ സമയത്തൊക്കെ ഒരു കക്ഷിയാണെങ്കിൽ കൺമണിയുടെ മുറിയുടെ പുറത്ത് ഒളിഞ്ഞു നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ധനലക്ഷ്മി തന്നെയാണ്, സാക്ഷാൽ ധനലക്ഷ്മി. ആ സമയത്ത് ധനലക്ഷ്മി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. മിക്കവാറും ധനലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ട്വിസ്റ്റൊക്കെ വരാൻ നല്ല സാധ്യതയുണ്ട്. പിന്നീട് മാനസ മറ്റൊരു റൂട്ട് പിടിക്കുവാണ്. അങ്ങനെ മാനസ പറയുന്നുണ്ട്, മുമ്പ് കൺമണിയടുത്ത് കൃഷിനെതിരെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കൃഷിനെ ഞാൻ കല്യാണം കഴിക്കുന്ന കൃഷിൻ്റെയോടുള്ള എൻ്റെ പക തീർക്കാനാണെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല, ഇപ്പം എനിക്ക് പ്രേമം മൂത്ത ഞാൻ കൃഷിനെ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മാനസ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, കൺമണി മാനസയ്ക്കെതിരെ തിരിഞ്ഞാൽ പിന്നെ മാനസയുടെ കാര്യത്തിൽ തീരുമാനം എന്നുള്ള കാര്യം മാനസയ്ക്കറിയാം. കാരണം കൺമണിയാണ് മാനസയെ സപ്പോർട്ട് ചെയ്തതെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാനസയ്ക്ക് നിലനിൽപ്പില്ല. സ്വാഭാവികമായിട്ടും ഒന്നില്ലെങ്കിൽ കൺമണിക്ക് കൃഷിനെ കിട്ടും, അല്ലെങ്കിൽ മാനസ എല്ലാവരും കൂടെ ചവിട്ടി പുറത്താക്കും. ഏതെങ്കിലും നടക്കും, ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് കൺമണിയെ മാനസ ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുന്നത്. പക്ഷേ അത് കൺമണിക്ക് മനസ്സിലാവാത്തതാണോ അതോ മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കുന്നതാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ കൺമണിയുടെ ഇരിപ്പ് കണ്ടിട്ട് കൺമണി മാനസയുടെ വാക്കുകളെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുവാണ് എന്ന് തോന്നുന്നു. പിന്നീട് മനസ്സ് പറയുന്നുണ്ട്, ഞാൻ ബാംഗ്ലൂർ ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ കാര്യം കൃഷിയും സാഗറങ്ങളും കൂടെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണ്, ആലികയുടെ ചുമതലയെല്ലാം ഏറ്റെടുക്കാൻ. അങ്ങനെ ഒരു വലിയൊരു ഭാരിച്ച പണി തന്നെ എനിക്ക് കൃഷിയും സാഗറങ്ങളും കൂടെ തന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലായിരിക്കുമ്പോഴാണ് കൃഷ്ണൻ എന്നോട് പ്രണയം തോന്നിയത്. അതാണ് കൃഷ്ണൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇപ്പോൾ കൃഷ്ണൻ എന്നോട് ഒരു കട്ട പ്രണയമാണെന്നൊക്കെ ഇങ്ങനെ തള്ളി വിടുവാണ് മാനസ. ഇതൊക്കെ കേട്ട് കൺമണി ഞെട്ടിയിരിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കൺമണിക്ക് സ്വല്പം പോലും കോമൺ സെൻസ് ഇല്ലെന്നാണ്. കൃഷിൻ്റെ ഈ ആത്മാർത്ഥമായ വാക്കുകൾ കേട്ടിട്ട് ഇപ്പോഴും ഇവളെ എങ്ങനെ കൺമണി വിശ്വസിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് മാനസ പറയുന്നുണ്ട്, കൺമണിയുടെ ഏട്ടത്തിയമ്മ പറഞ്ഞല്ലോ കൺമണിയുടെ കല്യാണം അടുത്ത ആഴ്ചയാണെന്ന്, അതെന്തായാലും നന്നായി. പിന്നീട് മാനസയാണെങ്കിൽ ഇങ്ങനെ കൺമണിയുടെ അടുത്ത് അർത്ഥം വെച്ചുകൊണ്ട് എന്നാൽ കൃഷ്ണനെ കുറ്റപ്പെടുത്തി തന്നെ പറയുന്നുണ്ട്, സത്യം പറയാമല്ലോ കൺമണി, ഈ കൃഷിയില്ലേ, കൃഷി കൺമണി വിചാരിക്കുന്ന പോലെ വലിയ മാന്യനൊന്നും അല്ല കേട്ടോ. കാരണം എന്തെന്ന് വെച്ചാൽ കൃഷിന് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കൃഷി തന്നെ എന്നോട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കൃഷിന് ഒരുപാട് പെണ്ണുങ്ങളുമായിട്ട് ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ വെറും ടൈം പാസ് മാത്രമായിരുന്നു. പക്ഷേ കൃഷിൻ്റെ യഥാർത്ഥ പ്രണയം അത് എന്നോട് മാത്രമായിരുന്നു എന്ന് കൃഷി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, കൃഷിന് ഈ പെൺപിള്ളേരെ വളച്ചെടുക്കാൻ പ്രത്യേക കഴിവുണ്ട്. കാരണം ചില പെൺപിള്ളേർക്കറിയാം കൃഷി അവരെ കളഞ്ഞിട്ട് പോകുമെന്ന്. അതുകൊണ്ട് തന്നെ അവർ കൃഷി കളയുന്നതിന് മുമ്പ് എന്തെങ്കിലും നേട്ടം സ്വന്തമാക്കും. പിന്നെ മറ്റു ചിലരുണ്ട്, അവനാണെങ്കിൽ കുറേ നാൾ കരഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ വേറെ കുറച്ച് ബുദ്ധിമതികളുണ്ട്, അവർ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കും.
പിന്നെ അതുമാത്രമല്ല കൃഷി എന്നോട് പ്രണയം തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ കല്യാണം ഈ അടുത്ത മാസം 28-ാം തീയതിയാണ്. 28-ാം തീയതി ഉറപ്പിച്ചിരിക്കുകയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് കൺമണി ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, ഒരു ഞെട്ടലോട് കൂടി മാനസയെ നോക്കിക്കൊണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വരുന്ന 28-ാം തീയതി ഈ സീരിയലിൻ്റെ 200-ാം എപ്പിസോഡാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 200-ാം എപ്പിസോഡിൽ അവർ വമ്പൻ ട്വിസ്റ്റ് തന്നെ പ്രേക്ഷകർക്കായിട്ട് ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണെന്ന്. അപ്പോൾ അന്ന് മിക്കവാറും കൃഷിൻ്റെ കൺമണിയുടെ ഒഫീഷ്യൽ മാരേജ് ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.